എന്നുള്ളതാണ്. ഒബ്സർവേഴ്സ്, ഈ ഹീറ്റ്സ് മത്സരം അവസാനിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ചുണ്ടന്റെ ഹീറ്റ്സ് മത്സരം അവസാനിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒബ്സർവേഴ്സ് എല്ലാവരും പ്രധാന പവലിയനിൽ എത്തിച്ചേരേണ്ടതാണ്. കരുവാറ്റ ചുണ്ടനും ആലപ്പാട് ചുണ്ടനും ആനാരിയും 2, 3, 4 ടാക്കുകളിലായിട്ട് കുനിഞ്ഞുകൊത്തി വരുന്ന കാഴ്ച, പങ്കായങ്ങൾ കറങ്ങുന്നത് കണ്ടില്ലേ? കരുവാറ്റയും ആലപ്പാടും ആനാരിയും. കരുവാറ്റ പണ്ട് ചുണ്ടൻ വള്ളങ്ങളുടെ രാജശില്പിയായ കോവിൽമുക്ക് നാരായണാചാര്യ നിർമ്മിച്ച ആദ്യത്തെ ചുണ്ടനുണ്ട്. ഇടത്തുവാക്കരക്കാരുടെ പച്ച ചുണ്ടൻ. ആ പച്ച ചുണ്ടൻ കരുവാറ്റക്കാർ വിലയ്ക്ക് വാങ്ങി. ആ ചുണ്ടൻ കരുവാറ്റ ചുണ്ടൻ എന്ന് പിന്നീട് അറിയപ്പെട്ടു. 2015 പുതുതായി ഇറക്കി കരുവാറ്റ ചുണ്ടൻ. ആ വർഷം നെഹ്റു ട്രോഫിയിൽ ഫൈനലിൽ കടന്നു 2ാം സ്ഥാനം നേടിയ കരുവാറ്റ ചുണ്ടന് അങ്ങനെ ഒരു ചരിത്രമുണ്ട്. 2 തവണ ഫൈനൽ കളിച്ചിട്ടുണ്ട് കരുവാറ്റ ചുണ്ടൻ. നെഹ്റു ട്രോഫി നേടാൻ കഴിഞ്ഞിട്ടില്ല. ആലപ്പാടൻ വ്യക്തിഗത ചുണ്ടനാണ്. 95-ൽ നിന്നിറക്കിയ ആ വള്ളം ആലപ്പാടൻ 1997-ലും 99-ലും നെഹ്റു ട്രോഫി നേടിയ വള്ളമാണ് ആലപ്പാട് ചുണ്ടൻ. 99-ല് 9 പ്രധാന മത്സരങ്ങളിൽ വിജയിച്ച് ആ സീസണിലെ 100% വിജയമെന്ന ചരിത്രമെഴുതിയ ചുണ്ടനാണ് ആലപ്പാട് ചുണ്ടൻ. 4ാം ട്രാക്കിൽ ആനാരിയാണ്. പഴയ ആനാരി നമുക്കറിയാം. ചങ്ങങ്കരി പത്മനാഭനാചാരി പണ്ട് 1958 നിർമ്മിച്ച വള്ളം. ഇത് പുതിയ ആനാരിയാണ്. 2010-ൽ നീറ്റിറക്കിയ വള്ളമാണ്. 2012-ൽ നെഹ്റു ട്രോഫിയിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കിയ ആനാരിയാണ്. 4ാം ട്രാക്കിലൂടെ ഏതാണ്ട് വള്ളപ്പാടുകൾക്ക് മുന്നിലൂടെ കുതിച്ചു വരുന്നത് കണ്ടില്ലേ? ആഞ്ഞു വരികയാണ്. സമയക്രമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഫൈനലിൽ പ്രവേശിക്കുന്നത്. അതുകൊണ്ട് ഹീറ്റ്സിൽ 1ാം സ്ഥാനത്തെത്തിയാലും ഫൈനലിൽ വരണമെന്ന് നിർബന്ധമില്ല. സമയം ഏറ്റവും കുറച്ച് ഫിനിഷ് ചെയ്യുന്ന വള്ളങ്ങളാണ് ഫൈനലിൽ വരുന്നത്. അങ്ങനെ ആനാരി 4ാം ട്രാക്കിലൂടെ ഇങ്ങനെ ഈ മധ്യഭാഗം പിന്നിട്ട് ജനമുറിയിൽ കഴിഞ്ഞ് ഫിനിഷിംഗ് പോയിന്റിന്റെ തൊട്ടടുത്തേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോൾ കരുവാറ്റ ചുണ്ടനും ആലപ്പാട് ചുണ്ടനും അങ്ങ് പിറകിലായി കടന്നു വരുന്നുണ്ട്. ഏതാണ്ട് 2 വള്ളപ്പാടിന് മുന്നിലായിട്ട് ആനാരി മോട്ടപ്പ് തുഴയുന്ന ആനാരി ചുണ്ടൻ. എത്തി ഉണ്ണിത്താന്റെയും സജുകുമാറിന്റെയും ക്യാപ്റ്റൻസിയില് ആനാരി കടന്നു വരുന്നു. 1ാം പങ്കായത്തിൽ സുമേഷ് നിൽക്കുമ്പോൾ 1ാം തുഴയിൽ